മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം അടുത്ത ഏപ്രിൽ മാസത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കാലങ്ങളായി പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വികസനവും ഇതോടെ യാഥാർത്ഥ്യമാകും. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദേശീയപാത 66ന്റെ മലപ്പുറം ജില്ലയിലെ 2 സ്ട്രെച്ചുകളുടെയും നിർമ്മാണം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാവും. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തി ഇതോടൊപ്പം തീരും. ബാക്കി പ്രവൃത്തികൾ കൂടി അടുത്ത വർഷം പൂർത്തിയാക്കാനാകും. ഇതോടെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 45 മീറ്റർ വീതിയുള്ള 6-വരിപ്പാത പൂർത്തിയാവും. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വികസനവും ഇതോടൊപ്പം യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന്റെ പ്രവൃത്തി ഒരു മനസ്സൊരു ശരീരം പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ PWDയും റിവ്യൂ നടത്തി മുന്നോട്ട് പോകുന്നു. വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാ 2 ആഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ സംഘടിപ്പിച്ചു. നമുക്കറിയാം, ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിന് പരിഹാരം കാണിപ്പോൾ ഈ സ്ട്രെച്ച് കഞ്ഞിപ്പുര മൂടാൽ ഏകദേശം 37 കിലോമീറ്ററാണ്. ആ 37 കിലോമീറ്ററിൻ്റെ 87% ഇപ്പോൾ ഏറെക്കുറെ പൂർത്തി. ദേശീയപാതയുടെ ഭാഗമായ 37 കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിന്റെ 87% ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതിയും മന്ത്രി വിലയിരുത്തി. കൈരളി ന്യൂസ്, മലപ്പുറം.